മാന്നാറിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി സ്വർണവും പണവും ഉൾപ്പെടെ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ ക്രിമിനൽ കേസുകളിൽ പ്രതികളായവർ ഉൾപ്പെടെ 4 പേരെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മാന്നാർ കുരട്ടിക്കാട് മഞ്ഞിപ്പുഴ വീട്ടിൽ പ്രശാന്തിനെയാണ് പ്രതികൾ ജോലി നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യമായി പണവും സ്വർണവും ആവശ്യപ്പെട്ട് ക്രൂരമർദ്ദനത്തിന് ഇടയാക്കിയത്. കോട്ടയം പാമ്പാടി കൂരോപ്പട സ്വദേശി വട്ടോലിക്കൽ വീട്ടിൽ രതീഷ് ചന്ദ്രൻ, കോട്ടയം വെസ്റ്റ് വേളൂർക്കരയിൽ വലിയ മുപ്പതിൽ ചിറ വീട്ടിൽ നിഖിൽ വി കെ, കോട്ടയം വെസ്റ്റ് വേളൂർക്കരയിൽ കൊച്ചുചിറയിൽ വീട്ടിൽ മനു കെ ബേബി, കോട്ടയം പാമ്പാടി കൂരോപ്പട കണമല വീട്ടിൽ സഞ്ജയ് സജി എന്നിവരാണ് അറസ്റ്റിലായത്. മാന്നാർ കുരട്ടിക്കാട് മഞ്ഞിപ്പുഴ വീട്ടിൽ പ്രശാന്തിനെയാണ് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത്. ഏപ്രിൽ 10 രാവിലെയാണ് പ്രശാന്തിന് ജോലി നൽകാമെന്ന് പറഞ്ഞ് മാന്നാറിൽ നിന്നും കോട്ടയത്തേക്കുള്ള ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തുകയും ലോഡ്ജിൽ നിന്ന് കാറിൽ കയറ്റി കൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്തത്. വാഹനത്തിൽ കയറ്റിയ സമയം മുതൽ പണവും സ്വർണവും ആവശ്യപ്പെട്ടുകൊണ്ട് കരിങ്കല്ലും വടിയും മറ്റും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പ്രശാന്തിന്റെ മുഖത്തും കണ്ണിനും ഗുരുതരമായി പരിക്കേൽക്കുകയും താടിയലിന് പൊട്ടൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയം കുമരകത്തെ കായൽക്കരയിലും മണിപ്പുഴ ട്രാഫിക് സിഗ്നലിന് സമീപം അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തും കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതായി പ്രശാന്ത് പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞു. മർദ്ദനം കഠിനമായപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി മാന്നാറിലെത്തിച്ചാൽ സുഹൃത്തിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് അർദ്ധരാത്രിയോടെ മാന്നാറിലെ സുഹൃത്തിന്റെ വീട്ടിലെത്തുകയും തുടർന്ന് വിദേശത്തേക്ക് പോയതായി പ്രതികൾ അറിയിക്കുകയും ചെയ്തതോടെ മർദ്ദനം വീണ്ടും തുടർന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട സുഹൃത്തിന്റെ മാതാവ് പ്രശാന്തിന്റെ ഫോട്ടോ മൊബൈലിലെടുത്ത് മറ്റൊരു സുഹൃത്തിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഈ വിവരം പോലീസ് കൺട്രോൾ റൂം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിളിച്ചറിയിക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് പ്രശാന്തിനെ കാണാനില്ല എന്ന് കാണിച്ച് പ്രശാന്തിന്റെ പിതാവ് മാന്നാർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ഇതിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ വിവരം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും പ്രശാന്തുമായി പ്രതികൾ കടന്നിരുന്നു. പിന്നീട് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചതോടെ പോലീസ് പിന്തുടരുന്നത് മനസ്സിലാക്കിയ പ്രതികൾ പ്രശാന്തിനെ കോട്ടയത്ത് വഴിയിൽ ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. തുടർന്ന് പ്രശാന്ത് കോട്ടയം ജില്ലാ ആശുപത്രിയിലെ പോലീസ് കൺട്രോൾ റൂമിൽ വിവരം ധരിപ്പിച്ചു. പോലീസ് പ്രശാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് മാന്നാർ പോലീസ് കോട്ടയത്തെത്തി വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 1-ാം പ്രതി രതീഷ് ചന്ദ്രനെ പിടികൂടി ചോദ്യം ചെയ്തു. കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ബാക്കി പ്രതികളെയും കൃത്യത്തിന് ഉപയോഗിച്ച ഇന്നോവ കാറും കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റിലായവരിൽ 1-ാം പ്രതി രതീഷ് ചന്ദ്രൻ നാടൻ ബോംബും തോക്കും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കൈവശം വെച്ചതിന് ആംസ് ആക്ട് പ്രകാരം പള്ളിക്കത്തോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ്. 4-ാം പ്രതി സഞ്ജയുടെ പേരിൽ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളും കോട്ടയം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ മറ്റു കേസുകളും നിലവിലുണ്ട്. 2-ാം പ്രതി നിഖിലിന്റെയും 3-ാം പ്രതി മനുവിന്റെയും പേരിൽ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകൾ നിലവിലുള്ളതായും പോലീസ് അറിയിച്ചു. ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ രജേഷ് കുമാർ ഡി, എസ് ഐ അഭിരാം CS, ഗ്രേഡ് SI സുദീപ്, ASI റിയാസ്, സീനിയർ CPOമാരായ അജിത്ത്, സാജിദ്, ശ്രീകുമാർ, ഷഹാസ്, CPOമാരായ ഹരിപ്രസാദ്, അജിത്ത്, വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സ്വർണവും മോചനദ്രവ്യവും ആവശ്യപ്പെട്ട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാന്നാർ കുരട്ടിക്കാട് സ്വദേശിയായ വിഷ്ണു എന്ന് വിളിക്കുന്ന പ്രശാന്ത് എന്ന് പറയുന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കോട്ടയം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലും മാന്നാറും വെച്ച് പല സ്ഥലങ്ങളിലായി വെച്ച് കഠിന ദേഹോപദ്രവം ഏൽപ്പിച്ചും മാരകമായി ഉപദ്രവിച്ചും സ്വർണവും മോചനദ്രവ്യവും ആവശ്യപ്പെട്ടുകൊണ്ട് മർദ്ദിക്കുകയും തുടർന്ന് ഈ തട്ടിക്കൊണ്ടുപോയ വിഷ്ണുവിന്റെ പിതാവ് സ്റ്റേഷനിൽ മിസ്സിംഗ് പെറ്റീഷൻ കേസെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും അതിലേക്ക് കോഴിക്കോട് സ്വദേശികളായ രതീഷ് ചന്ദ്രൻ, സഞ്ജയ് സജീവ്, കൂടാതെ വേലൂർ സ്വദേശികളായ നിഖിൽ, മനു കെ ബേബി എന്നിവരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, മാന്നാർ.